ഹായ്, ഞാൻ ജൂഡി. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു സ്മോക്കിംഗ് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു സാറ്റിൻ തുണി എടുത്തിട്ടുണ്ട്. ഇത് ചീത്തവശമാണ്, ഇതിൻ്റെ നല്ല വശം ഇവിടെയാണുള്ളത്. ഞാൻ തിരിച്ചിട്ടിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഞാൻ സാധാരണ വരയ്ക്കുന്നതിൻ്റെ ചെറിയ കോളമാണ് വരച്ചിരിക്കുന്നത്. മറ്റേത് ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്കും നീളത്തിനും അനുസരിച്ചായിരിക്കും ഞാൻ കോളം വരയ്ക്കാറ്. പക്ഷേ ഈ ഒരു ഡിസൈന് വലിയ കോളം വരയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചെറിയ കോളമാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഡിസൈൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് മാത്രമുള്ളൂ വ്യത്യാസമായിട്ട് വരുന്നത്. ഞാനിവിടെ ഫസ്റ്റ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇതിൻ്റെ ഒരു മുക്കാൽ വരുന്ന പോലെയാണ് ഞാൻ ഈ കോളം വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഞാനിത് ഓൾറെഡി ഞാനിവിടെ മൊത്തം വരച്ചിട്ടുണ്ട്. വീഡിയോസൊക്കെ ഒരുപാട് ലാഗായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാനിതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ വര നമുക്കിവിടുന്ന് ഇങ്ങനെ ഈ കോളത്തിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ താഴത്തെ ഒരു ഗ്യാപ്പ് വിടുക. അടുത്ത കോളം അതുപോലെ തന്നെ വരയ്ക്കുക. പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ അങ്ങനെ ഫസ്റ്റത്തെ ലൈൻ വരയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ഗ്യാപ്പ് വിടുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ രണ്ട് ഗ്യാപ്പ് വിടുക, മുകളിലോട്ട് വരയ്ക്കുക. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞാൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാനിതൊരു പേപ്പറിൽ വരച്ച പോലെ ഞാൻ അതിൻ്റെ ഡ്രോയിങ് ഞാൻ ഇടാം. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാകാത്തവർക്ക് ആ നോട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലാകും. അപ്പം നിങ്ങൾ വരക്കുന്നതിന് മുമ്പ് ആ ഒരു നോട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം സാധാരണ പോലെ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് വരച്ചില്ലേ അവിടുന്ന് എടുക്കുക, ഇവിടുന്ന് വയ്ക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ കോർത്ത് നമ്മളിങ്ങനെ ഡോട്ടിടുക, കെട്ടിടണം. ഒരു 2 കെട്ട് ഇട്ടാലാണ് നല്ല ബലമായിട്ട് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 2 കെട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും സൂചിയിൽ നൂല് കെട്ടിട്ടിട്ട് അടുത്തത് ഇവിടുന്ന് കാണുന്നുണ്ടോ, ഇവിടേക്ക് നമ്മളിങ്ങനെ ആ വരയിട്ടതിൻ്റെ മുകളിൽ കൂടിയെല്ലാം നമ്മളിങ്ങനെ തയ്ക്കണം. തയ്ച്ച് 2 കെട്ടിട്ടിട്ട് നമുക്ക് നൂല് കട്ട് ചെയ്ത് കളയാം. ഇപ്പം 2 എണ്ണം ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതെല്ലാം ഞാൻ ഈ വരയുള്ളിടത്തെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവസാനം. ഓക്കെ, ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗം മൊത്തം തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഡിസൈൻ കിട്ടുന്നത്. ഇത് താല്പര്യമുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിത് ഡ്രസ്സിലൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുഷൻ കവറിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാം. താങ്ക് യു.